കാസർഗോഡ് എണ്ണപ്പാറയിലെ 17-കാരുടെ തിരോധാന കേസിൽ 15 കൊല്ലത്തിന് ശേഷം പ്രതി പിടിയിലായി. പാടത്തൂർ സ്വദേശി ബിജു പൗലോസാണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. ഇന്നലെ രാത്രിയാണ് കർണാടകയിലെ ജോലിസ്ഥലത്ത് വെച്ച് ബിജു പൗലോസിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്നും കുട്ടി മരിച്ചെന്നും ഇയാൾ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ബിജു പൗലോസ് കുറ്റം സമ്മതിച്ചത്. 2011 സെപ്റ്റംബറിൽ കാസർഗോഡ് കടപ്പുറത്തു നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹാവശിഷ്ടങ്ങൾ DNA പരിശോധന നടത്തിയത് കേസിൽ നിർണായകമായി. ഇതിനൊപ്പം ലഭിച്ച പാദസരം പെൺകുട്ടി ഉപയോഗിച്ചതാണെന്ന് ബന്ധുവായ യുവതി സ്ഥിരീകരിച്ചു. ഇതോടെയാണ് മുൻപ് ബേക്കൽ ഡിവൈഎസ്പിയുടെ അന്വേഷണത്തിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ബിജു പൗലോസിലേക്ക് ക്രൈംബ്രാഞ്ചിനെയും എത്തിച്ചത്. വളരെ പ്ലാൻഡ് അഫയറാണ്. ഈസ് നോട്ട് ആൻ അൺസ്മാർട്ട് പേഴ്സൺ. അതായത് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ക്രൈം മറയ്ക്കാനുള്ളതും ആ എവിഡൻസ് ഡിസ്ട്രോയ് ചെയ്യാനും അതിനുള്ള എല്ലാ നൂളാമാളകവും പഠിച്ചിട്ടുണ്ട്. അയാൾ അത് കഴിഞ്ഞ് പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ ലോക്കൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ ബിജു പൗലോസിനെതിരായിരുന്നെങ്കിലും മൊഴിയിലെ വൈരുദ്ധ്യം കാരണം ഇയാളെ അറസ്റ്റ് ചെയ്തില്ല. കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതും കേസിൽ ദളിത് സംഘടനയായ കേരള പട്ടികജന സമാജം നടത്തിയ ഇടപെടലും നിർണായകമായി. മൈനറായിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടിയെ കാണാതായിട്ട് അന്വേഷണം എവിടെയും എത്താത്തൊരു സാഹചര്യത്തിലാണ് ഈ കേസ് കോടതി ഇടപെട്ടിട്ട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൊടുത്തിട്ടുള്ളത്. എന്തായാലും കേസിൽ ചെറിയ പ്രതീക്ഷയ്ക്ക് വകവെക്കുന്ന രീതിയിൽ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബിജു പൗലോസ് പെൺകുട്ടിയുമായി താമസിച്ച മടിയനിലെയും വടകരമുക്കിലെയും വാടക ക്വാർട്ടേഴ്സുകളിൽ അന്വേഷണ സംഘം പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്നതും ബലാത്സംഗം ചെയ്തതും ഇയാൾ ഒറ്റയ്ക്കല്ലെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കുട്ടിയുടെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന കാര്യത്തിലും ഇനി വ്യക്തത വരേണ്ടതുണ്ട്. 24 കാസർഗോഡ്.